വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി, JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. വഴിയോരങ്ങൾ കീഴടക്കി പൂക്കച്ചവടക്കാർ. എല്ലാത്തരം പൂക്കളും വിപണിയിൽ സുലഭം. നാട്ടിൽ നിന്നും മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പൂക്കൾ കേരളത്തിലെത്തുന്നുണ്ട്. തുമ്പയും തുളസിയും മുക്കുറ്റിപ്പൂവും തെച്ചിയും ചെമ്പരത്തിയുമെല്ലാം ഇന്ന് ആർക്കും വേണ്ടാതായിരിക്കുന്നു. ഓണക്കാലത്ത് പാടത്തും പറമ്പിലുമെല്ലാം പൂ പറിക്കാൻ എത്തിയിരുന്ന പഴയകാലം പൂർണ്ണമായും വിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ കൃഷി ചെയ്ത് ചെണ്ടുമല്ലിക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നും ധാരാളം പൂക്കൾ കേരളത്തിലെത്തുന്നുണ്ട്. ഓണക്കാലം ലക്ഷ്യമിട്ട് പൂകൃഷി നടത്തുന്നവർ വരെ തമിഴ്നാട്ടിലുണ്ടത്രേ. എന്ത് വില കൊടുത്താലും പൂക്കൾ വാങ്ങാൻ കേരളത്തിൽ ആളുണ്ട് എന്നു തന്നെയാണ് പൂ കർഷകരുടെയും പൂ കച്ചവടക്കാരുടെയും ആത്മധൈര്യവും. തൂക്കി വിൽപ്പനയും എണ്ണിക്കൊടുത്തും പൂ കച്ചവടം തെരുവോരങ്ങളിൽ പുരോഗമിക്കുമ്പോഴും വിലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വില വ്യത്യാസമൊന്നും ഇത്തവണയില്ല. ചെണ്ടുമല്ലി, മഞ്ഞ, ഓറഞ്ച് എന്നിവയ്ക്ക് 100 രൂപയും വെള്ള പിങ്ക് ജമന്തിക്ക് 350 രൂപയും വാടാർമല്ലി 100 രൂപ, അറളി 200, ചില്ലി റോസ് 350 എന്നിങ്ങനെയാണ് വിപണി വില. എല്ലാ അത്തം മുതൽ 10 ദിവസം വരെ ഞാനിവിടെ കച്ചവടം ചെയ്യുന്നതാണ്. 21 വർഷമായിട്ട്, ഒരു 3-4 വർഷമായിട്ട് CPI ഓഫീസിൻ്റെ മുന്നിലായിരുന്നു. പിന്നെ ആ പൂച്ചെടിക്കടൻ്റെ അടുത്തൊക്കെ ആയിരുന്നു. ഈ വർഷത്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂക്കളുടെ മറ്റേ ഓറഞ്ച് ചെണ്ടുമല്ലി കുണ്ടൽപേട്ടയിലാണ്, മറ്റേ ഒസൂര്, മൈസൂര് ആ ഭാഗങ്ങളുണ്ട്. പിന്നെ ആ കളറിൻ്റെ വെള്ള ജമന്തി, ആസ്ട്ര, ചില്ലി റോസ് ഇതൊക്കെ ബാംഗ്ലൂർ ഫ്ലവറുകളാണ്. പിന്നെ വാടാർമല്ലി, തിണ്ടിക്കല്ല്, അങ്ങനെ പലതരം മാർക്കറ്റുകളിൽ നിന്ന് ഒരു 3-4 വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഞാൻ സ്വന്തമായി തോട്ടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ സ്ഥിരമായി ചെയ്യുന്നതാണ്. 10-21 വർഷമായി. എല്ലാ കൊല്ലം അത്തം മുതൽ 10 ദിവസം വരെ ഓണത്തിൻ്റെ കച്ചവടം. ഇവിടെ ഏറ്റവും കൂടുതൽ കോളേജുകളിൽ കുട്ടികൾക്കൊക്കെ കോയമ്പത്തൂരിലേക്ക് കിട്ടുന്ന അതിനേക്കാളും നല്ല വിലയ്ക്ക് ഞാനിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിൽ കോയമ്പത്തൂർ പോയി വാങ്ങുന്നതിനേക്കാളും ലാഭമായിരിക്കും എൻ്റെ അടുത്ത് വന്ന് വാങ്ങുന്നവരും. അതെല്ലാവർക്കും അറിയാം. കാരണം 10-21 വർഷമായി സൈഫാലി ഫ്ലവർ സ്റ്റാൾ ഒറ്റപ്പാലം, മായനൂർ പാലത്തിൻ്റെ സമീപത്തിൽ എല്ലാ വർഷവും 21 വർഷമായിട്ട് ഇവിടെ ഞാൻ സ്ഥിരമായി ചെയ്തിട്ടുണ്ട്.